ഒരുപാട് നല്ല രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകൾ ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്. ഇത് അവർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല, ബാഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊണ്ടല്ല, അവർ ഓൺലൈനിൽ അവർ വിസിബിൾ അല്ല എന്നുള്ള ഒരു കാരണത്താലാണ് അവർക്ക് അവരുടെ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് കസ്റ്റമേഴ്സ് നമ്മുടെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ ഓൺലൈനിൽ നമ്മളെ സെർച്ച് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് ഗൂഗിള്, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, വെബ്സൈറ്റ് വഴിയൊക്കെ അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് മാത്രമാണ്, ഒരു ഫിസിക്കലി ഒരു ഷോപ്പ് വെച്ച് മാത്രമാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള ഒരുപാട് കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ഷോപ്പ് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു കസ്റ്റമേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു ഡിജിറ്റലൈസേഷൻ പ്രോഗ്രാം എന്ന രൂപത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾ കിട്ടുന്നുണ്ടാവുക. നിങ്ങൾ ഓഫ്ലൈൻ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ഓൺലൈനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക, അതുപോലെ അതിലൂടെ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സാധിക്കുന്നുണ്ടാവുക, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആവും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് നഹീം മുഹമ്മദ്. ഞാൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. ഒരുപാട് ഓഫ്ലൈൻ ആയിട്ട് മാത്രം ബിസിനസ് ചെയ്യുന്ന ആളുകളെ അവരുടെ ബിസിനസ് ഓൺലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റംസ്, ഓട്ടോമേഷൻസ്, കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാം സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾക്കാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഷോപ്പ് ഓണേഴ്സ്, ട്രേഡേഴ്സ്, ബിസിനസ് സർവീസ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ തന്നെ സ്മോൾ ബിസിനസ് ഓണേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ ഓൺടർപ്രണേഴ്സ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ്, കോച്ചസ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലും ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഓഫ്ലൈൻ ബിസിനസ്സിലുള്ള ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നത്? അതിനുള്ള കുറച്ച് റീസൺസ് ആണ് ഷെയർ ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് വൺ എന്നുള്ളത് കസ്റ്റമേഴ്സിന്റെ കസ്റ്റമർ ബിഹേവിയർ ഹാസ് ചേഞ്ച്ഡ് എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ ടോട്ടലായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് മുൻപാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരുന്നു? കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കസ്റ്റമേഴ്സ് വാക്ക് ഇൻ ടു ഷോപ്സ്. അതുപോലെ തന്നെ വേർഡ് ഓഫ് മൗത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക്കൽ വിസിബിലിറ്റി അത് തന്നെ നമുക്ക് ധാരാളമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പിലേക്ക് വേറെ ആളുകൾ വരേണ്ട ആവശ്യം ഉണ്ടായില്ല. കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഷോപ്പിലേക്ക് വരും. അതുപോലെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒക്കെ നമ്മുടെ ബിസിനസിനെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പോപ്പുലർ ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ലോക്കൽ വിസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് കൂടുതലായിരുന്നു നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഗെയിം ടോട്ടലായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ലൈക്ക് കസ്റ്റമേഴ്സ് ഇന്ന് ഓൺലൈൻ ആയിട്ടാണ് ഫസ്റ്റ് സെർച്ച് ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം, ആ ഒരു പ്രൊഡക്റ്റ് വെബ്സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ കയറിയിട്ട് അതിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആളുകൾ കമ്പയർ ചെയ്യുന്നുണ്ട്, ബ്രാൻഡ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടാവും, ഏതൊരു ബ്രാൻഡാണ് ബെറ്റർ ആയിട്ടുള്ളത്, അതിന്റെ പ്രൈസിങ്, ഓഫേഴ്സ്, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അതുപോലെ കസ്റ്റമേഴ്സ് വാട്സപ്പിലൂടെയാണ് അവർ ഫസ്റ്റ് മെസ്സേജസ് അയക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് റിവ്യൂസ് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റിവ്യൂസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് ഓൺലൈനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ ചൂസ് ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ എതിരാളികൾ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ, കോമ്പറ്റീറ്റേഴ്സ് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അവരുടെ അടുത്തേക്ക്, കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ്. സോ സെക്കൻഡ് പോയിന്റ് എന്നുള്ളത് പ്രോബ്ലംസ് ഓഫ്ലൈൻ ബിസിനസ് ഫേസ് എന്നുള്ളതാണ്. ഫസ്റ്റ് പ്രോബ്ലം നോ കൺസിസ്റ്റന്റ് ലീഡ്സ് എന്നുള്ളതാണ്. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലീഡ്സ് വരുന്നുണ്ടാവില്ല. സം ഡേയ്സ് സെയിൽസ് ആർ ഗുഡ്, സം ഡേയ്സ് നോ കസ്റ്റമർ. റീസൺ എന്ന് പറയുന്നത് അവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ലീഡ് ജനറേഷൻ സിസ്റ്റം അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രോബ്ലം ടു എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ വാക്കിംഗ് കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്.
നമ്മൾ വാക്കിംഗ് കസ്റ്റമേഴ്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സീസണൽ ആയിട്ടുള്ള ഇപ്പോ റെയിൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ലോ ആയി കഴിഞ്ഞാൽ സെയിൽസ് സ്റ്റോപ്പ് ആകും എന്നുള്ളതാണ്. സെയിൽസ് നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് നിങ്ങളൊരു ഫിസിക്കൽ പ്രസൻസിൽ മാത്രമാണ് ഫോക്കസ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പ്രോബ്ലം 3, നോ ബ്രാൻഡ് വിസിബിലിറ്റി എന്നുള്ളതാണ്. ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ട്, എല്ലാം എക്സലന്റ് ആണ്, അവർ നല്ല രൂപത്തിൽ ബിസിനസ് ചെയ്യുന്നുണ്ടാവും, നമുക്കറിയാം. പക്ഷേ ആളുകൾക്ക് കൂടുതലായിട്ട് ആ ഒരു ബിസിനസിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ അവർ ഓൺലൈനിലില്ല, അതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ നമ്മൾ നല്ല അടിപൊളി സർവീസസ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും, പക്ഷെ അതൊരു ലോക്കൽ ഏരിയയിൽ മാത്രം ഒതുങ്ങി പോവുകയാണ്. അപ്പൊ നമുക്ക് അത്രക്കും നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മിസ്സായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു റിയാലിറ്റി. നോ ബ്രാൻഡ് വിസിബിലിറ്റി എന്നുള്ളതാണ്. പ്രോബ്ലം 4, നമുക്ക് കൂടുതലായിട്ട് മാനുവൽ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒരു ട്രഡീഷണൽ ബിസിനസിന്റെ പ്രോബ്ലം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓണേഴ്സ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നമുക്കൊരു ഷോപ്പാണെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിന്റെ ഷട്ടർ തുറക്കുന്നത് മുതൽ വൈകിട്ട് ഷട്ടർ അടക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓണേഴ്സ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആ ഒരു ബിസിനസ്സിൽ വരുന്ന കോൾസ്, ബില്ലിങ്സ്, ഫോളോ അപ്പ്, കസ്റ്റമർ സപ്പോർട്ട്, മാർക്കറ്റിംഗ്, ഇതെല്ലാം ചെയ്യുന്നത് ഓണേഴ്സ് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓണേഴ്സിന് അവർക്ക് ഒരുപാട് സ്ട്രെസ്സും കൺഫ്യൂഷൻസും ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് വാട്ട് ഈസ് ബിസിനസ് ഡിജിറ്റലൈസേഷൻ എന്ന് മനസ്സിലാക്കാം. എന്താണ് ബിസിനസ് ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റംസ് കാര്യങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സിസ്റ്റംസ് ടൂൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ലീഡ്സ് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഓട്ടോമേറ്റ് ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ മാനുവൽ ആയിട്ട് ഫോളോ അപ്പ് മെസ്സേജസ് ഒക്കെ അയക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഫോളോ അപ്പ്, റിമൈൻഡേഴ്സ്, പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ജസ്റ്റ് ഇത്ര ടൈമിനിടയിൽ അവർക്ക് റീപ്ലേസ്, ഫോളോ അപ്പ്, റിമൈൻഡേഴ്സ് ഒക്കെ അവർക്ക് കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇതിലൂടെ നമുക്കൊരു കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിൽ നമ്മളിലുള്ള ഒരു വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഓൺലൈൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡിജിറ്റൽ സെയിൽസ് പേഴ്സൺ ആണ്, ഒരു സെയിൽസ് എഞ്ചിൻ ആണ്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കും ഇത് എന്നുള്ളതാണ്. സിമ്പിൾ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ്, അതുപോലെ ഒരു കോർപ്പറേറ്റ് വെബ്സൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ്, വാട്സപ്പ് ബിസിനസ്, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈല്, ഇൻസ്റ്റഗ്രാം പേജസ്, ഓൺലൈൻ പേയ്മെന്റ്, ലീഡ് ഫോം, CRM സിസ്റ്റംസ്, ഇതൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾസ്. സോ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബിസിനസ്സിന്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും, ഏതൊക്കെ ടൂൾസുകളാണ് നമുക്ക് വേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് നിങ്ങൾ കിട്ടുന്നുണ്ടാവും. 4th പോയിന്റ്, ബെനിഫിറ്റ് ഓഫ് ഗോയിങ് ഓൺലൈൻ എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ബിസിനസ് ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് നമ്മൾ ഓൺലൈനിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള നമുക്കുള്ള ബെനിഫിറ്റുകളാണ് നമ്മൾ ഈ ഷെയർ ചെയ്യുന്നത്. ജസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതിൽ ബെനിഫിറ്റ് 1 എന്നുള്ളത് കസ്റ്റമേഴ്സ് ഫൈൻഡ് യു 24/7 എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിന് നിങ്ങളെ 24/7 ആയിട്ട് നിങ്ങളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുമെന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതൊരു സമയത്തും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് സെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡ് നൈറ്റ് ആണെങ്കിൽ പോലും കസ്റ്റമേഴ്സിന് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇതിനൊന്നും നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ സിസ്റ്റംസ് ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. ബെനിഫിറ്റ് 2 എന്നുള്ളത് മോർ ട്രസ്റ്റ് ആണ്. നമ്മളിലുള്ള ഒരു വിശ്വാസം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. എ പ്രൊഫഷണൽ ഓൺലൈൻ പ്രസൻസ് ക്രിയേറ്റ് എ കോൺഫിഡൻസ് എന്നുള്ളതാണ്. നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്രസൻസ് നിങ്ങൾ ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലുള്ള ഒരു വിശ്വാസം കസ്റ്റമേഴ്സിന് കൂടുതലായിരിക്കും. അവർക്ക് നിങ്ങളുടെ അടുത്ത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്.
ബെനിഫിറ്റ് 3 എന്നുള്ളത് മോർ ലീഡ്സ് ആണ്. നമുക്ക് ഒരുപാട് ലീഡ്സ് കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. ഡിജിറ്റൽ സിസ്റ്റംസ് കണ്ടിന്യൂസ്ലി ബ്രിങ് എൻക്വയറീസ് എന്നുള്ളതാണ്. നമ്മളിലേക്ക് ഒരുപാട് എൻക്വയറീസ് സിസ്റ്റംസ് കൊണ്ടുവരും എന്നുള്ളതാണ്. ബെനിഫിറ്റ് 4 എന്നുള്ളത് ഓട്ടോമേഷൻ സേവ് ടൈം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും ഈ കാര്യങ്ങളൊക്കെ, ലൈക്ക് മെസ്സേജസ്, ഫോളോ അപ്പ്, കസ്റ്റമർ സപ്പോർട്ട്, പേയ്മെന്റ് റിമൈൻഡേഴ്സ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വൺ ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു ടൈമൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്തിലും ബിസിനസ്സിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം തന്നെ ഫ്രീഡം ആണ്, ഫ്രീഡം ബിസിനസ് ആണ്. അതിൽ നമുക്ക് ആ ഒരു ഫ്രീഡത്തിലേക്കാണ് ഈ ഒരു ടൂൾസ്, സിസ്റ്റംസ്, കാര്യങ്ങളെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് നമുക്കൊരു എക്സാമ്പിൾ കൂടി ഇതിൽ നോക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം, ലൈക്ക് 2 ഷോപ്സ് സെല്ലിംഗ് സെയിം പ്രൊഡക്റ്റ്. 2 ഷോപ്പുകൾ ഉണ്ടായിരുന്നു, അവര് സെല് ചെയ്യുന്നത് സെയിം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഷോപ്പ് എ എന്നുള്ളത് അവർക്ക് നോ വെബ്സൈറ്റ്, അവർക്ക് വെബ്സൈറ്റ് ഇല്ല. അപ്പോൾ തന്നെ നോ ഗൂഗിൾ പ്രസൻസ്, അവർക്ക് ഗൂഗിൾ പ്രസൻസ് ഇല്ല. അപ്പോൾ തന്നെ നോ വാട്സപ്പ് ഓട്ടോമേഷൻ എന്നുള്ളതാണ്. അവർക്ക് ഈ ഒരു ടൂൾസ്, ഡിജിറ്റൽ ടൂൾസ്, കാര്യങ്ങളൊന്നും ഇല്ല. ഷോപ്പ് ബി എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഓൺലൈൻ പ്രസൻസ് അവർക്കുണ്ട്, ആക്റ്റീവ് ആയിട്ട് ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയാസ് അവർക്കുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റ് അവർക്കുണ്ട്, ഒരു വാട്സപ്പ് സിസ്റ്റം അവർ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ റിവ്യൂസ് ആണ്, അവർ കസ്റ്റമേഴ്സിന്റെ ഒരുപാട് റിവ്യൂസ്, കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് ഗസ് ചെയ്യോ, വിച്ച് ബിസിനസ് വിൽ കസ്റ്റമേഴ്സ് ട്രസ്റ്റ് മോർ? ഏതൊരു ബിസിനസ് ആയിരിക്കും അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ഏതായിരിക്കും? തീർച്ചയായിട്ടും ഷോപ്പ് ബി ആയിരിക്കും. അതാണ് ഒരു ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞതിന്റെ പവർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ ഒരു ടൂൾസ്, കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലുള്ള വിശ്വാസം കസ്റ്റമേഴ്സിന് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. സോ ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ ചെയ്യുന്ന ഒരു അസൈൻമെന്റ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ നെയിം റേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ബിസിനസ് ഗൂഗിളിൽ അപ്പിയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ബിസിനസ് നെയിം സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് ഗൂഗിളിൽ അപ്പിയർ ചെയ്യുന്നുണ്ടോ, വിസിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു അസൈൻമെന്റ് ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബിസിനസ്സിന് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യാം. ലൈക്ക് വെബ്സൈറ്റ്, ഇൻസ്റ്റഗ്രാം പേജ്, വാട്സപ്പ് ബിസിനസ്, ഗൂഗിൾ റിവ്യൂസ്, ഈ ഒരു കാര്യങ്ങളൊക്കെ, ടൂൾസ് ഒക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ റൈറ്റ് ഡൗൺ യുവർ ബിഗ്ഗസ്റ്റ് ബിസിനസ് സ്ട്രഗിൾ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കറന്റ്ലി നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് ബിസിനസ് സ്ട്രഗിൾ എന്താണ്? ആ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട്, അതൊരു അസൈൻമെന്റ് ആണ്, നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമെന്നാണ്. നിങ്ങൾക്ക് എൻ്റെ നമ്പർ അറിയാം, പേഴ്സണൽ നമ്പറിൽ, അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഈ ഒരു വീഡിയോക്ക് കമന്റ് ആയിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്, കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് സെക്ഷന് കംപ്ലീറ്റ് ആയിരിക്കാണ്. സോ ജസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്, ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയവും നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഫൗണ്ടേഷന് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവുക. ഇത് നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്ത് എന്നുള്ളത്, അത് നിങ്ങളുടെ സിസ്റ്റംസ്, അതേപോലെ തന്നെ വിസിബിലിറ്റി, ഓട്ടോമേഷൻ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്ത് കിടക്കുന്നത്. സോ ജസ്റ്റ് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നമുക്ക് കാണാം.